الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സ്നേഹബഹുമാനമുള്ള വിശ്വാസികളും വിശ്വാസിനികളുമായ സഹോദരീ സഹോദരന്മാരെ, പ്രപഞ്ചപരിപാലകനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും ഓർത്തുകൊണ്ട് അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായി ജീവിച്ചു മരിക്കാൻ പരിശ്രമിക്കണമെന്ന് ആദ്യമായി ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശ്വാസികളായ നമുക്കെല്ലാവർക്കും ഏറ്റവും കൂടുതൽ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു കിട്ടുന്ന പവിത്രമായ പരിശുദ്ധ റമദാൻ സമാഗതമായിരിക്കുകയാണ്. ഒരു വിരുന്നുകാരനെ പോലെയാണ് റമദാൻ നമ്മുടെ അരികിലേക്ക് കടന്നു വരുന്നത്. വെറും കയ്യോടെയല്ല ഈ വിരുന്നുകാരൻ നമ്മളിലേക്ക് വരുന്നത്, ധാരാളം സമ്മാനങ്ങളുമായാണ്. റമദാൻ നമുക്ക് നൽകുന്ന സമ്മാനങ്ങൾ ഓരോന്നോരോന്നും വിശുദ്ധ ഖുർആനും പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. റമദാനു ഷഹ്റുൽ മഗ്ഫിറ, റമദാൻ പാപമോചനത്തിൻ്റെ മാസമാണ്. റമദാൻ ഷഹ്റുർ റഹ്മ, അത് കാരുണ്യത്തിൻ്റെ മാസമാണ്. റമദാനു ഷഹ്റുൽ ഈമാനി വ തൗബ, വിശ്വാസത്തിൻ്റെയും പശ്ചാത്താപത്തിൻ്റെയും മാസമാണ്. റമദാനു ഷഹ്റുൽ ഈമാനി വൽ ഇഹ്സാൻ, റമദാൻ സുഹൃതത്തിൻ്റെ മാസമാണ്. റമദാൻ ഷഹ്റുസ് സകാത്തി വസ്സദഖ, നിർബന്ധ ദാനത്തിൻ്റെയും ഐച്ഛിക ദാനത്തിൻ്റെയും മാസമാണ്. റമദാനു ഷഹ്റുദ് ദുആ വൽ ഖുർബി ഇലല്ലാഹ്, ഇത് പ്രാർത്ഥനയുടെ മാസമാണ്. പ്രാർത്ഥനയിലൂടെ ഓരോ അടിമയും അള്ളാഹുവിലേക്ക് ഏറ്റവും കൂടുതൽ അടുക്കുന്ന മാസമാണ്. റമദാനു ഷഹ്റുൽ ഇജാബ വൽ ഇസ്തിജാബ, അള്ളാഹുവിനോട് ദുആ ചെയ്താൽ അള്ളാഹു പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന മാസമാണ്. ഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത്തദ് ദാഇ ഇദാ ദഅാനി, എൻ്റെ അടിമ എന്നോട് സങ്കടപ്പെട്ട് ചോദിച്ച് ആവശ്യങ്ങൾ ഉന്നയിച്ച് ദുആയിരുന്നാൽ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന മാസം കൂടിയാണിത്. അതേപോലെ തന്നെ വൽ ഇസ്തിജാബ ഫൽയസ്തജീബൂ ലീ വൽയുഅ്മിനൂ ബി, ഈ സമ്മാനങ്ങളെല്ലാം റമദാൻ നമുക്ക് നൽകുമ്പോൾ അള്ളാഹുവിൻ്റെ ക്ഷണത്തിന്, അവൻ്റെ വിളിക്ക് നമ്മൾ ഉത്തരം നൽകേണ്ട മാസം കൂടിയാണ് എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ നമ്മെ ഉണർത്തുന്നുണ്ട്.
അതിലെല്ലാം ഉപരിയായി റമളാൻ ഷഹറുൽ ഖുർആൻ, ഖുർആനിൻ്റെ മാസമാണ്. റമളാൻ ഷഹറുൽ ഖിയാമി വസിയാം, നമസ്കാരത്തിൻ്റെയും നോമ്പനുഷ്ഠിക്കുന്നതിൻ്റെയും മാസമാണ്. ഷഹറുൽ ഇഅ്തികാഫ്, റമളാനിൻ്റെ അവസാനത്തെ 10 അള്ളാഹുവിൻ്റെ ഭവനങ്ങളിൽ വന്നുകൊണ്ട് ധ്യാന നിമഗ്നരായി കഴിഞ്ഞുകൂടേണ്ട മാസമാണ്. റമളാൻ ഷഹ്റു ലൈലത്തുൽ ഖദ്ർ, മലക്കുകൾ ഇറങ്ങുന്ന മഹാരാത്രിയുടെ സാന്നിധ്യമുള്ള മാസമാണ് റമളാൻ. അത് 1000 മാസങ്ങളെക്കാൾ ശ്രേഷ്ഠമായ ഒരു രാവാണ്. അതേപോലെ തന്നെ റമളാൻ ഷഹ്റു തഖ്വ, ഇത് ഭക്തിയുടെ മാസമാണ്. ഇങ്ങനെ വിശുദ്ധ ഖുർആൻ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ തിരുവചനത്തിലൂടെ പരിചയപ്പെടുത്തിയതുമനുസരിച്ച് എമ്പാടും സമ്മാനങ്ങളുമായി നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന വിരുന്നുകാരനായ ഒരു മാസം കൂടിയാണ് റമളാൻ. വിരുന്നുകാരൻ കാലാകാലം നിൽക്കൂല, ആവശ്യം കഴിഞ്ഞാൽ സമയം കഴിഞ്ഞാൽ പോകുമല്ലോ. അതേപോലെ വിശുദ്ധ ഖുർആൻ റമളാനിനെ കുറിച്ച് പരിചയപ്പെടുത്തുന്നിടത്ത് പറയുന്നുണ്ട്, ഇത് തഖ്വയുടെ മാസമാണ് എന്ന്. നമുക്കറിയാം, നമ്മൾ നിർവഹിക്കുന്ന എല്ലാ ആരാധനകളെ കൊണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ലഭ്യമാകണമെന്നാഗ്രഹിക്കുന്ന ഒരു വലിയ ആത്മീയമായ ഉണർവും ചൈതന്യവുമാണ് തഖ്വ എന്നുള്ളത്. എല്ലാ ആരാധനകളെ കുറിച്ചും പറഞ്ഞെടുത്ത് ഖുർആൻ പറയുന്നുണ്ട്, യാ അയ്യുഹന്നാസു ഉഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. മാനവ സമൂഹമേ, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ, നിങ്ങളെ സൃഷ്ടിച്ച നിങ്ങളുടെ രക്ഷിതാവിനെ നിങ്ങൾ ആരാധിക്കണം. നിങ്ങളെ മാത്രമല്ല, നിങ്ങൾക്ക് മുമ്പുള്ളവരെ സൃഷ്ടിച്ച റബ്ബിനെ നിങ്ങൾ ആരാധിക്കണം, ഇബാദത്ത് ചെയ്യണം. എന്തിനാണ് ഇബാദത്ത്? ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾക്ക് തഖ്വയുള്ള ഉണ്ടാകാൻ വേണ്ടിയാണെന്നാണ് പറയുന്നത്. നോമ്പിനെ കുറിച്ച് പറഞ്ഞിടത്ത് സൂറ അൽ ബഖറയിലെ 183-ാമത്തെ ആയത്ത് മുതൽ നോമ്പിന്റെ കാര്യങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതിൽ പ്രഥമ സൂക്തത്തിൽ തന്നെ പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. സത്യവിശ്വാസികളെ, നിങ്ങളുടെ പൂർവികർക്ക് നിർബന്ധമാക്കപ്പെട്ട പോലെ തന്നെ, പുതിയ ഒരു കാര്യമല്ല, നിങ്ങൾക്കും ഇതാ വ്രതാനുഷ്ഠാനം നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ ജീവിതത്തിൽ സൂക്ഷ്മത പാലിക്കുന്നവരാകാൻ വേണ്ടിയാണ്, നിങ്ങൾക്ക് തഖ്വയുള്ളവരാകാൻ വേണ്ടിയാണെന്നാണ് ഖുർആൻ പറയുന്നത്. എന്താണ് തഖ്വ എന്നതും നിർവചിക്കപ്പെട്ടിട്ടുണ്ട്. സംക്ഷിപ്തമായി പറഞ്ഞാൽ ഇംതിസാലു അവാമിരില്ലാ വജ്തിനാബു നവാഹിഹി. അള്ളാഹുവിൻ്റെ അടിമകളായ നമ്മോട് അള്ളാഹു എന്തൊക്കെ നമ്മുടെ ജീവിതത്തിൽ കാണണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടോ, കൽപ്പിച്ചിട്ടുണ്ടോ, നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണമെന്ന് എന്തെല്ലാം കാര്യങ്ങളിൽ അള്ളാഹുവിൻ്റെ കൽപ്പനകളുണ്ടോ, അതൊക്കെ നടപ്പിലാക്കലാണ് തഖ്വ. വജ്തിനാബു നവാഹിഹി, അള്ളാഹു വിലക്കിയ, വിരോധിച്ച, അരുതെന്ന് പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് അകലം പാലിച്ചുകൊണ്ട് അതിനെയൊക്കെ ജീവിതത്തിൽ നിന്ന് വെടിഞ്ഞുകൊണ്ട് ജീവിതത്തെ വിശുദ്ധമാക്കലാകുന്ന തഖ്വ എന്നാണ് അതിൻ്റെ നിർവചനത്തിൽ വിശദീകരിച്ചിട്ടുള്ളത്. ഒരിക്കൽ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു, കൂട്ടുകാരനായ ഉമർ റളിയല്ലാഹു അൻഹു, അവർക്കിടയിൽ നടന്നൊരു സംഭാഷണം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു ഉബയ്യ് ഇബ്നു കഅബിനോട് തഖ്വയെക്കുറിച്ച് ചോദിക്കുകയാണ്. ആ സന്ദർഭത്തിൽ ഉബയ്യ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അമാ സലക്ത ത്വരീഖൻ ദാ ശൗഖ്, പ്രതിബന്ധങ്ങളും പ്രതിസന്ധികളും ഒക്കെയുള്ള, യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള വഴികളിലൂടെ നിങ്ങൾ യാത്ര ചെയ്യാറില്ലേ, നടന്നു പോകാറില്ലേ? ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ബല, അങ്ങനെയുണ്ട്. ഫമാദാ ഫഅൽത്, അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യാറുള്ളത് എന്നാണ് ചോദ്യം. ആ സന്ദർഭത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, ശമ്മർതു വജ്തഹത്തു, വഴിയിൽ പ്രയാസമുണ്ടെന്നറിഞ്ഞാൽ, പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും തരണം ചെയ്യേണ്ടതുണ്ടെന്ന നേരത്തെ കൂട്ടിയുള്ള അറിവ് കിട്ടിയാൽ ഞാൻ അതിനു വേണ്ടി ഒന്നൊരുങ്ങും. അത് മറികടക്കാനുള്ള ഒരു തയ്യാറെടുപ്പ് ഞാൻ നടത്തുമെന്നാണ്.
ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഫദാലിക തഖ്വ, അതാണ് തഖ്വ. അപ്പോൾ നമ്മുടെ ജീവിതമാകുന്ന ഈ യാത്രയിൽ നമ്മൾ ലക്ഷ്യം നേടേണ്ടതുണ്ട്. നമ്മുടെ ലക്ഷ്യം ഏതാണ്? സ്വർഗം നേടുക എന്നുള്ളതാണ്. പാരത്രിക മോചനമാണ്. അതിന് നമ്മൾ നടക്കേണ്ടത്, യാത്ര ചെയ്യേണ്ടത് നമ്മുടെ ജീവിതത്തിലൂടെയാണ്. നമ്മൾ ജീവിച്ചു തീർക്കുന്ന ഓരോ ദിവസവും മാസവും വർഷങ്ങളും അങ്ങനെ നമ്മൾ ഈ ജീവിതത്തിലൂടെ യാത്ര ചെയ്തുകൊണ്ടാണ് ശരിക്ക് സ്വർഗത്തിന്റെ കവാടത്തിൽ നമ്മൾ എത്തിച്ചേരേണ്ടത്. ഈ ജീവിതയാത്രയിൽ നല്ല കരുതലുണ്ടാകണം. ഈ ജീവിതയാത്രയിൽ നല്ല ശ്രദ്ധയുണ്ടാകണം. നിങ്ങൾക്ക് ഏതെങ്കിലും കുണ്ടിലോ കുഴിയിലോ നിങ്ങൾ ചെന്ന് ചാടാൻ പാടില്ല എന്ന ബോധത്തോടു കൂടിയുള്ള യാത്രയാകുന്നു തഖ്വ എന്നാണ് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു ആ വിശദീകരണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അതേപോലെ തന്നെ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. തഖ്വ നോമ്പിലൂടെ ഏറ്റവും കൂടുതൽ ഒരു അടിമക്ക് നേടിയെടുക്കാനാകുമെന്നാണ് അവിടുന്ന് പറഞ്ഞിട്ടുള്ളത്. നോമ്പിനെ കുറിച്ച് അവിടുന്ന് പറഞ്ഞു, കുല്ലു അമലി ബിനി ആദം ലഹു, ഒരു അടിമ ചെയ്യുന്ന, മനുഷ്യപുത്രൻ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളുടെയും പ്രതിഫലം അവന് തന്നെയാണ്, അതവനുണ്ടാകും. ഇല്ലസൗം, നോമ്പൊഴികെ എന്നാണ്. ഫഇന്നഹു ലീ, ആ നോമ്പ് എനിക്കാണ്. വഅനാ അജ്സി ബിഹി, ഞാൻ അതിന് പ്രതിഫലം നൽകും എന്നാണ് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. യഥാർത്ഥത്തിൽ നമ്മുടെ എല്ലാ കർമ്മങ്ങളും അള്ളാഹുവിന് വേണ്ടിയുള്ളത് തന്നെയാണ്. നോമ്പിന്റെ കാര്യത്തിൽ മാത്രം ഫഇന്നഹു ലീ, അതെനിക്കാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം അവനിലേക്ക് ചേർത്ത് പറയാനുള്ള കാരണം എന്താണ്? ഞാൻ അതിന് പ്രതിഫലം നൽകും. എല്ലാ ഇബാദത്തുകൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് പ്രതിഫലം നൽകുന്നത്. നോമ്പിനെ കുറിച്ച് ഇങ്ങനെ പറയാൻ കാരണം, നോമ്പെന്ന ആരാധനയിൽ റിയാ കടന്നു വരുന്നില്ല എന്നുള്ളതാണ്. ലോകമാന്യതയ്ക്ക് വേണ്ടി ആരും നോമ്പ് നോൽക്കുന്നില്ല. ഒരാൾ നോമ്പനുഷ്ഠിക്കുമ്പോൾ ഒരടിമയും അവന്റെ ഉടമയായ റബ്ബും കൃത്യമായി അറിഞ്ഞുകൊണ്ടുള്ള നോമ്പ് തുടങ്ങി അതവസാനിക്കുന്നത് വരെ അള്ളാഹുവിൻ്റെ സാന്നിധ്യം അവന്റെ ഓരോ നിമിഷങ്ങളിലും, അവന്റെ ഓരോ അനക്കങ്ങളിലും അടക്കങ്ങളിലും, അവന്റെ പാദപതനങ്ങളിലും അവൻ അനുഭവവേദ്യമാകുന്ന ഒരു ആരാധനയായി അത് മാറുമെന്നാണ്. ആരാധനകളിൽ ഏറ്റവും ശ്രേഷ്ഠമുള്ള ഇബാദത്താണ് നമസ്കാരം എന്ന് നമുക്കറിയാം. പക്ഷേ നമസ്കാരത്തിൽ റിയാ കടന്നു വരുന്നുണ്ട്. ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഊൻ അല്ലദീന ഹും യുറാഊൻ എന്ന് ഖുർആൻ പറയുന്നുണ്ട്. നമസ്കാരക്കാർക്ക് തന്നെയാണ് നാശം. നമസ്കാരത്തിൽ അശ്രദ്ധയോടുകൂടി, നമസ്കാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധയില്ലാതെ കഴിച്ചു കൂട്ടുന്നവരാണ്. കാരണം അല്ലദീന ഹും യുറാഊൻ, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി നമസ്കരിക്കുന്നവരാണ് അവർ എന്നാണ്. കപടവിശ്വാസികളുടെ നമസ്കാരത്തെ കുറിച്ച് ഖുർആൻ പറഞ്ഞെടുത്തത് പറയുന്നുണ്ട്. വൈദാ ഖാമു ഇലസ്സലാ ഖാമു കുസാല യുറാഊനന്നാസ, നമസ്കാരത്തിന് നിന്നാൽ അവർ അലസരായി മടിയരായി നിൽക്കും. അതേപോലെ തന്നെ ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് അവർ നമസ്കരിക്കുന്നത്. നിസ്കാരത്തിൽ റിയാ വരുന്നുണ്ട്. സക്കാത്തിലും സദഖകളിലും റിയാ വരുന്നുണ്ട്. അതും വിശുദ്ധ ഖുർആനിൽ തന്നെ പരാമർശിക്കുന്നുണ്ട്. ജനങ്ങളെ കാണിക്കാൻ വേണ്ടി ധർമ്മം ചെയ്യുന്ന ആളുകൾ. പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അന്ത്യദിനത്തിൽ ആദ്യമായി വിചാരണക്ക് വിധേയരാക്കുന്ന മൂന്നാളുകൾ, ഒന്നൊരു ആലിമാണ്, പണ്ഡിതനാണ്. മറ്റൊരു രക്തസാക്ഷിയാണ്. മൂന്നാമത്തെ ആളാണ് ആരെന്നോ? ഒരു ധനികനാണ്, സമ്പന്നനാണ്. അയാൾ ധാരാളം സ്വത്ത് ധർമ്മം ചെയ്തിട്ടുണ്ട്, വാരിക്കോരി കൊടുത്തിട്ടുണ്ട്. പക്ഷേ പരലോകത്തെ വിചാരണക്ക് വിധേയമാക്കുമ്പോൾ നിനക്ക് അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങൾ പറയൂ എന്ന് പറയുമ്പോൾ ഇയാൾ എണ്ണി എണ്ണി പറയും. അദ്ദേഹത്തിന് കൊടുത്ത സ്വത്തിന്റെ, സമ്പത്തിന്റെ കണക്ക് പഠിച്ചവനോട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കും, ഇതൊക്കെ എനിക്ക് തന്ന റബ്ബേ, ഞാനത് ചെലവഴിച്ചിട്ടുണ്ട്, നിന്റെ മാർഗത്തിൽ ധർമ്മം ചെയ്തിട്ടുണ്ട്. ആ സന്ദർഭത്തിൽ പറയപ്പെടും, ഇല്ല കെദബ്ത, നീ കളവാണ് പറഞ്ഞത്, നീ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് നേരാണ്. പക്ഷേ ഈ കൊടുക്കുന്ന സന്ദർഭത്തിൽ നിന്റെ മനസ്സിന്റെ ഉദ്ദേശം എന്തായിരുന്നു? ഞാൻ നല്ലൊരു കൊടുതിക്കാരനാകണം,
ഞാൻ നല്ല ഒരു ധർമ്മിഷ്ഠനാകണമെന്ന് എന്നെപ്പറ്റി ആളുകൾ പറയണമെന്നല്ലേ? അത് നിനക്ക് കിട്ടിയിട്ടുണ്ട്. പരലോകത്തിലേക്ക് നീ ഒന്നും ബാക്കി വെച്ചിട്ടില്ല. അവിടെയും റിയാ കടന്നു വരുന്നതായി പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മനുഷ്യന്റെ ജീവിതത്തിൽ ഒരിക്കൽ മാത്രം ചെയ്യൽ നിർബന്ധമുള്ള ഇബാദത്താണ് ഹജ്ജ്, പരിശുദ്ധ ഹജ്ജ്. നോക്കൂ നിങ്ങൾ, നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഹാജിമാർ ഈ വർഷത്തെ ഹജ്ജിന് വേണ്ടി പോകാനുള്ള തയ്യാറെടുപ്പും ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഈ ഹജ്ജ് കർമ്മത്തിൽ വരെ റിയാ കടന്നു വരും. റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജിന് ഇഹ്റാമിൽ പ്രവേശിക്കുമ്പോൾ ഉച്ചരിച്ച വാക്ക് പറഞ്ഞിട്ടുണ്ട്, അല്ലാഹുമ്മ ലബ്ബൈക ഹജ്ജത്തൻ ലാ റിയാഅൻ ഫീഹാ വലാ സുംഅ. അല്ലാഹുവേ, നിനക്ക് വേണ്ടി ഇതാ ഞാൻ ഹജ്ജ് കർമ്മത്തിൽ പ്രവേശിക്കുന്നു. പേരിനും പെരുമക്കും വേണ്ടിയല്ല റബ്ബേ, റിയാഇന് വേണ്ടിയല്ല. വലാ സുംഅ, കേളിക്കും കീർത്തിക്കും വേണ്ടിയ അല്ല റബ്ബേ എന്റെ ഹജ്ജ് എന്ന് പറഞ്ഞാൽ ആ ഹജ്ജിൽ പോലും റിയാ കടന്നു വരുന്നുണ്ട്. അപ്പൊ സുപ്രധാനമായ ആരാധനാ കർമ്മങ്ങളിൽ പോലും തഖ്വയുടെ അംശം ചോർന്നു പോകാൻ സാധ്യതയുണ്ടെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ലഅല്ലക്കും തത്തഖൂൻ, എന്നാൽ പരിപൂർണമായി നിങ്ങൾക്ക് അള്ളാഹുവിനെ പറ്റിയുള്ള ബോധവും ഈ സൂക്ഷ്മതയും ചേർത്ത് വെക്കാൻ കഴിയുന്ന ഒരു ഇബാദത്താണ് നോമ്പ് എന്ന നോമ്പിനെ കുറിച്ച് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഉണർത്തുന്നു, വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അതുകൊണ്ട് ഈ പറഞ്ഞ സമ്മാനങ്ങളൊക്കെ പാരിതോഷികങ്ങളൊക്കെയായി നമ്മുടെ ജീവിതത്തിൽ ഒരു മാസകാലം നമ്മോടൊപ്പം താമസിക്കാൻ വേണ്ടി കടന്നു വരുന്ന പരിശുദ്ധ റമദാനിനെ നമ്മൾ അർഹമായ രീതിയിൽ തന്നെ എതിരേൽക്കണം, വരവേൽക്കണം, അങ്ങോട്ട് ചെന്നതിനെ സ്വീകരിക്കണം. അതാണ് ഖുർആൻ പറഞ്ഞത്, സാബിഖൂന സാബിഖൂൻ ഉലൈകൽ മുഖറബൂൻ. ഈ റമദാൻ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ വിശ്വാസികളായ നമ്മൾ അള്ളാഹുവിന്റെ മുഖറബുകളായി തീരാൻ വേണ്ടി അള്ളാഹു നമുക്ക് ഒരുക്കി തരുന്ന അസുലഭമായ അവസരങ്ങളിൽപ്പെട്ട ഒന്നാണ് എന്നുകൂടി നമ്മൾ കരുതണം. അതുകൊണ്ട് നമ്മൾ അള്ളാഹുവിന്റെ അരികിലേക്ക് അടുത്തു ചെല്ലണമെന്നാണ് പറയുന്നത്. പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, നാം പലതവണ കേട്ടിട്ടുണ്ട്, അള്ളാഹുവിന്റെ അരികിലേക്ക് നാം അല്പം അടുത്താൽ അള്ളാഹു നമ്മുടെ അരികിലേക്ക് ധാരാളമായി അടുത്തു വരുമെന്നാണ്. ഒരു ചാണടുത്താൽ ഒരു മുഴം അള്ളാഹു ഇങ്ങോട്ടടുക്കും, നമ്മളൊരു മുഴമെടുത്താൽ ഒരു മാർ അള്ളാഹു അടുക്കും. അതേപോലെ തന്നെ അള്ളാഹുവിന്റെ അരികിലേക്ക് നമ്മൾ നടന്നു ചെന്നാൽ അള്ളാഹു നമ്മുടെ അരികിലേക്ക് ഓടി വരും. ആ അള്ളാഹു പറയുന്നത് ഫഫിറു ഇലല്ലാഹ്, അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിന്റെ അരികിലേക്ക് ഓടി വരണമെന്നാണ്. അള്ളാഹുവിന്റെ അരികിലേക്ക് നമ്മൾ മത്സരിച്ചോടിച്ചെല്ലാനുള്ള അനുഗ്രഹീതമായ മാസമായി പരിശുദ്ധ റമദാനിനെ നമ്മൾ കാണണം. അള്ളാഹുവിന്റെ അരികിലേക്ക് നമ്മൾ ഓടിച്ചെന്നാലോ അവന്റെ മഗ്ഫിറത്ത് കൊണ്ട്, അവന്റെ പാപവിമുക്തി കൊണ്ട്, അവന്റെ റഹ്മത്ത് കൊണ്ട്, കാരുണ്യം കൊണ്ട് അവൻ നമ്മളെ വാരിപ്പുണരും. അതിനുള്ള അവസരമാണ് ഇത്. അധിക സമയമൊന്നുമില്ല. എല്ലാ ആളുകൾക്കും ഇതിന്റെ പുണ്യങ്ങൾ ചിലപ്പോൾ നേടാനായിക്കൊള്ളണമെന്നില്ല. നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പരിശുദ്ധ റമദാനിന്റെ ആദ്യത്തെ രാവ് ആയി കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഇന്ന് വെള്ളിയാഴ്ച അസ്തമിച്ച് ഈ രാത്രി തുടങ്ങിക്കഴിഞ്ഞാൽ ഇദാ കാനത്ത് അവ്വലു ലൈലത്തിൻ മിൻ റമദാൻ, റമദാനിന്റെ ആദ്യത്തെ രാവായി കഴിഞ്ഞാൽ സുഫിദത്തി ശയാത്തീൻ, പിശാചുക്കളെയൊക്കെ ബന്ധിക്കപ്പെടും. വമറദത്തുൽ ജിൻ, ജിന്നിൽ മനുഷ്യരെ വഴിതെറ്റിക്കുന്ന ആളുകളെയൊക്കെ തന്നെ ചങ്ങലക്കിടപ്പെടും. വഗുല്ലിഖത്ത് അബ്വാബുന്നാർ, നരകത്തിന്റെ കവാടങ്ങളെല്ലാം കൊട്ടിയടക്കപ്പെടും. ഫലം യുഫ്തഹ് മിൻഹാ ബാബ്, അതിൽ ഒരു കവാടവും തന്നെ തുറക്കപ്പെടുകയില്ല. വഫുതിഹത്ത് അബ്വാബുൽ ജന്ന, സ്വർഗീയ കവാടങ്ങൾ തുറക്കപ്പെടും. സ്വർഗത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല അലങ്കരിച്ചു നിർത്തുന്ന മാസമാണ് റമദാൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഫലം യുഗ്ലഖ് മിൻഹാ ബാബ്, അതിൽ നിന്ന് ഒരു കവാടവും തന്നെ അടക്കപ്പെടുകയില്ല. വനാദാ മുനാദിൻ, അങ്ങനെ ഒരു വിളംബരം ചെയ്യുന്ന ആൾ വിളംബരം ചെയ്തുകൊണ്ടിരിക്കും. യാ ബാഗിയൽ ഖൈർ, നന്മയെ ആഗ്രഹിക്കുന്നവനെ, കൊതിക്കുന്നവനെ, അഖ്ബിൽ, നീ മത്സരിച്ച് മുന്നോട്ട് വരൂ. വയാ ബാഗിയശ് ശർ, തിന്മക്കൊരുങ്ങുന്നവനെ, അഖ്സിർ, നീ തിന്മക്കുള്ള തയ്യാറെടുപ്പുകളൊക്കെ നിർത്തിക്കളയൂ എന്നിങ്ങനെ
ഒരു വിളംബരം ചെയ്യുന്ന ആൾ വിളംബരം ചെയ്യുന്ന പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റമളാനിൽ ഉണ്ടാകുന്ന പുണ്യങ്ങളുടെയും സുഹൃതങ്ങളുടെയും അതിൻ്റെ എല്ലാം തന്നെ ആധിക്യത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്ന ഒരു തിരുവചനം കൂടിയാണിത്. റമളാൻ വന്നാൽ വിശ്വാസികൾ എവിടെയുണ്ടോ, അതൊരു മഹല്ലിലായിട്ടാണെങ്കിലും ഒരു രാജ്യക്കാരായിട്ടാണെങ്കിലും ഒരു കൊച്ചു പ്രദേശത്താണെങ്കിലും ഒറ്റപ്പെട്ട വ്യക്തികളാണെങ്കിലും റമളാനിന്റെ അമ്പിളിക്കീറ് പടിഞ്ഞാറൻ ചക്രവാളത്തിൽ ദൃശ്യമാകുന്നത് മുതൽ എല്ലാവരുടെയും ജീവിതത്തിലേക്കാണ് പരിശുദ്ധ റമളാൻ കടന്നു വരുന്നത് എന്നതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. പുണ്യങ്ങൾ പൂത്തുലഞ്ഞു നിൽക്കുന്ന അനുഗ്രഹീതമായ ഈ മാസത്തിന്റെ അവസ്ഥയെക്കുറിച്ചാണ് റസൂലുള്ളാഹ് ഈ ഹദീസിലൂടെ നമുക്ക് വിശദീകരിച്ചു തരുന്നത്. ഒരു വ്യക്തിയുടെ സമൂലമായ പരിവർത്തനം സാധ്യമാകുന്ന അതിമഹത്തായ ഒരു ആരാധനാ കർമ്മം കൂടിയാണ് വ്രതാനുഷ്ഠാനം. കാരണം എന്താണെന്നോ, അള്ളാഹുവിന് വേണ്ടി നമ്മൾ അന്നപാനീയങ്ങൾ വെടിയുകയാണ്. അള്ളാഹുവിന് വേണ്ടി നമ്മുടെ വികാരങ്ങളെ നമ്മൾ നിയന്ത്രിക്കുകയാണ്. അബീ ഉമാമ റളിയല്ലാഹു അൻഹു എന്ന് ഉദ്ധരിക്കുന്നുണ്ട്, അദ്ദേഹം റസൂലുള്ളാഹിയോട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ് ദുല്ലനി അലാ അമലിൻ ഉദ്ഖിലു ബിഹിൽ ജന്ന, എനിക്ക് സ്വർഗത്തിൽ പ്രവേശിക്കണം, ഞാൻ എന്താണ് അതിന് ചെയ്യേണ്ടത്, നിങ്ങൾ നിർദ്ദേശിച്ചു തരുന്ന അമലേതാണ് എന്ന് ചോദിച്ചപ്പോ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഖാല അലൈക ബിസ്സൗം, നീ നോമ്പനുഷ്ഠിച്ചാൽ മതി, ലാ മിസ്ല ലഹു, അതിന് തുല്യമായ ഒരു ആരാധന വേറെയില്ലെന്നാണ് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. മറ്റൊരിക്കൽ അവിടുന്ന് പറഞ്ഞു, അസ്സിയാമു ജുന്ന, നോമ്പ് എന്നാൽ ഒരു പരിചയാണ്. പരിച എന്ന് പറഞ്ഞാൽ നമ്മുടെ നേരെ ശത്രുക്കൾ ആയുധങ്ങളുമായി കടന്നു വരുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു യുദ്ധോപകരണമാണ് ശരിക്ക് പരിച. നോമ്പ് ഒരു പരിചയാണെന്ന് പറഞ്ഞാൽ എന്താണെന്നോ, നമ്മുടെ ശത്രു ആരാണ്? പിശാചാണ്. നമ്മെ എല്ലാവിധ തിന്മകളിലേക്കും വേണ്ടാത്തരങ്ങളിലേക്കും അധർമ്മങ്ങളിലേക്കും അക്രമങ്ങളിലേക്കും ഒക്കെ തള്ളിവിടുന്ന, അതിനുവേണ്ടി മാനസികമായി പ്രേരണ ചെലുത്തുന്ന ആ പൈശാചിക ബോധത്തെ അതിനെ പ്രതിരോധിക്കാനുള്ള അതിശക്തമായ ഒരു യുദ്ധോപകരണമാണ് നോമ്പ് എന്നാണ് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഉണർത്തുന്നത്. യുസ്തജന്നു ബിഹൽ അബ്ദു മിനന്നാർ, ശരിക്ക് നരകത്തിൽ ആപതിക്കാതിരിക്കാൻ അള്ളാഹുവിന്റെ ആ ദാസന് കരുത്തു പകരുന്ന ഒരു ഇബാദത്ത് കൂടിയാകുന്നു നോമ്പ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട്. സഹോദരങ്ങളെ, നോമ്പിന്റെ കാലമാണ് റമളാൻ. പരിശുദ്ധ റമളാനെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ള ഏക മാസത്തിന്റെ പേരാണ് റമളാൻ. 12 മാസമാണ് ഒരു വർഷമുള്ളത് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. പക്ഷെ ഈ 12 മാസങ്ങളിൽ ഒരൊറ്റ മാസത്തിന്റെ പേരേ ഖുർആനിൽ പറഞ്ഞിട്ടുള്ളൂ, പേരെടുത്ത് പറഞ്ഞിട്ടുള്ളൂ. ഷഹ്റു റമളാൻ, അത് റമളാൻ മാസമാകുന്നു. റമളാൻ എന്ന പദത്തിന് കരിച്ചു കളയുക എന്ന് ഭാഷാർത്ഥമുണ്ട് എന്ന് ഭാഷാ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. മനുഷ്യന്റെ ജീവിതത്തിൽ അവന്റെ പാപങ്ങളെയൊക്കെ കരിച്ചു കളയുന്ന ഒരു മാസം കൂടിയാണിത് എന്ന്. അതേപോലെ തന്നെ അത്യുഷ്ണ മേഖലകളിൽ മരുഭൂമിയിലൊക്കെ തന്നെ കൊടും ചൂട് അനുഭവപ്പെടുന്ന സന്ദർഭത്തിൽ ശീതളമായി അവർക്ക് തണുപ്പനുഭവിച്ച് നൽകിക്കൊണ്ട് പെയ്യുന്ന അപൂർവ മഴക്കും റമളാൻ എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ അതും ഒരു അനുഗ്രഹം തന്നെയാണ്. റമളാൻ എന്ന അതിന്റെ പദത്തിന്റെ പേരിൽ വരെ അതിൻ്റെ ആ അനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. വ്രതാനുഷ്ഠാനം കൊണ്ട് ശരീരത്തിന്റെ രസതന്ത്രമാകെ മാറിപ്പോകുന്ന ഒരവസ്ഥ ഓരോ മനുഷ്യനിലും ഉണ്ടാകുന്നുണ്ട്. പരിമിതമായ ജോലിയെ അന്ന് ശരീരത്തിന് ചെയ്യേണ്ടതുള്ളൂ, പകൽ സമയത്ത് പ്രത്യേകിച്ചും. ആമാശയത്തിന് കാര്യമായൊന്നും ചെയ്യാനില്ലാത്ത വേളകളാണ് നോമ്പിന്റെ പകൽ വേളകൾ. വയറിൽ നിന്ന് അധികം ഊർജം തലച്ചോറിലേക്ക് പ്രവഹിക്കുന്ന ഒരവസ്ഥ കൂടി ഉണ്ടാകുന്നു എന്നാണ്. വയറുമായി ബന്ധപ്പെട്ട ആമാശയുമായി ബന്ധപ്പെട്ട മനുഷ്യന്റെ ശരീരത്തിൽ അവൻ കഴിച്ച ഭക്ഷണങ്ങൾ ദഹിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ജോലിയൊന്നും ഏതായാലും ആമാശയത്തിനോ വയറിനോ ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് തന്നെ മനുഷ്യന്റെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഊർജം ഏറ്റവും കൂടുതൽ
തലച്ചോറിലേക്ക് തിരിക്കപ്പെടുകയും അങ്ങനെ അവന്റെ മനസ്സ് കൂടുതൽ സജീവമായി നിൽക്കുകയും അവന് ആത്മീയമായ ഉത്കർഷവും ഉണർവും ആത്മീയമായ ചൈതന്യവും കൈവരികയും തൻ്റെ മനസ്സിന്റെ കൺട്രോൾ, അതിൻ്റെ കടിഞ്ഞാൺ, അത് നിയന്ത്രിക്കാനുള്ളൊരു ശക്തി അവന് ലഭിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് ഈ വ്രതത്തിന്റെ നോമ്പിന്റെ ഒരു സവിശേഷതയാണ്. അള്ളാഹുവിനെ ഓർത്തുകൊണ്ടാണ് അവൻ അന്നപാനീയങ്ങൾ വെടിയുന്നത്. അവന്റെ വികാരങ്ങളെ അവൻ നിയന്ത്രിക്കുന്നത് അള്ളാഹു കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട് എന്ന ബോധം. മൻ ഖശിയർ റഹ്മാന ബിൽ ഗൈബ്, അദൃശ്യമായ നിലക്ക് റഹ്മാനായ റബ്ബിനെ ഭയപ്പെടുക എന്നൊരു വലിയ അവസ്ഥ ഒരു വിശ്വാസിയിൽ അത് മുഖേന ഉണ്ടാക്കി കൊടുക്കുന്നു. അതിനാൽ മനസ്സ് നന്നായി തീരുന്നു ഓരോ നോമ്പിലൂടെയും എന്നാണ്. മനസ്സ് നന്നാകുമ്പോൾ അവന്റെ ഓരോ അവയവവും നന്നാകുന്നു. വൈദാ സലുഹത് സലുഹൽ ജസദു കുല്ലുഹു, മനസ്സ് നന്നായാൽ അവന്റെ കണ്ണ് നന്നാവും, മനസ്സ് നന്നായാൽ അവന്റെ കാത് നന്നാവും, മനസ്സ് നന്നായാൽ അവന്റെ നാവ് നന്നാവും. അതേപോലെ തന്നെ മനസ്സ് നന്നായാൽ അവന്റെ ചിന്തയും ആലോചനയും നന്നാകും. അങ്ങനെയാകുമ്പോൾ ഒരു മനുഷ്യൻ മുഴുവൻ അവൻ അനുഷ്ഠിക്കുന്ന നോമ്പിലൂടെ വിശുദ്ധനായി തീരുന്നൊരവസ്ഥയുണ്ടാകുന്നു. അതുകൊണ്ട് റസൂല് പറഞ്ഞു, ഈമാൻ അൽ ഇഹ്തിസാബ്, അള്ളാഹുള്ള വിശ്വാസം, നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് പരലോകത്ത് കൂലി കിട്ടുമെന്ന വിശ്വാസം, ഇതാണ് എല്ലാവരും വെച്ച് പുലർത്തേണ്ടത്. മൻ സ്വാമ റമളാനൻ ഈമാനൻ വഹ്തിസാബാ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. അള്ളാഹുള്ള ദൃഢവിശ്വാസത്തോടുകൂടി പരലോകത്ത് എനിക്ക് ഈ നോമ്പിന് പ്രതിഫലം കിട്ടണമെന്ന ആ ആത്മവിശ്വാസത്തോടുകൂടി ഒരാൾ നോമ്പ് അനുഷ്ഠിച്ചാൽ തീർച്ചയായും അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. സഹോദരങ്ങളെ, അതുകൊണ്ട് പരിശുദ്ധ റമളാനിന് അതിന് നൽകേണ്ട എല്ലാ മഹത്വവും പരിശുദ്ധിയും പ്രാധാന്യവും നൽകിക്കൊണ്ട് സ്വീകരിക്കാൻ തയ്യാറാവുക. റഹ്മാനായ റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന മിൻ കുല്ലി ദംബ് ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ അബ്ദിക വറസൂലിക മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ അജ്ഞാനവൃത്തികളായി അവൻ്റെ നിയമനിർദ്ദേശങ്ങളെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ജീവിതത്തിൽ വിശുദ്ധിയും അടുക്കും ചിട്ടയും പുലർത്താൻ പരമാവധി പരിശ്രമിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ പകൽ അസ്തമിച്ചു കഴിഞ്ഞ പടിഞ്ഞാറൻ ചക്രവാളത്തിൽ 26-27 മിനിറ്റോളം റമളാനിൻ്റെ ചന്ദ്രക്കലയുടെ സാന്നിധ്യമുണ്ട് എന്ന് ശാസ്ത്രീയമായി നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. നോമ്പിനെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്, ഫമൻ ഷഹിദ മിൻകുമുശ് ശഹ്റ ഫൽയസും, നിങ്ങളിൽ ആരെങ്കിലും ആ മാസത്തിന് സാക്ഷ്യം വഹിക്കുകയാണെങ്കിൽ ഫൽയസും, അവൻ നോമ്പനുഷ്ഠിച്ചു കൊള്ളട്ടെ എന്നാണ്. ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ ഇമാം ഫഖ്റുദ്ദീൻ റാസി റഹിമഹുല്ലാ തൻ്റെ തഫ്സീറുൽ കബീറിൽ വിശദീകരിക്കുന്നുണ്ട്, ഐ മൻ ഷാഹദ അശ്ശഹ്റ ബിഅഖ്ലിഹി വമഅരിഫതിഹി ഫൽയസും, ആരെങ്കിലും ഈ മാസത്തിൻ്റെ സാന്നിധ്യമുണ്ട് എന്ന് തൻ്റെ പരിജ്ഞാനം കൊണ്ടും ബുദ്ധി കൊണ്ടും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ നോമ്പനുഷ്ഠിച്ചു കൊള്ളട്ടെ എന്നാണ്. നമ്മുടെ ബുദ്ധിയും നമ്മുടെ അറിവും നമ്മുടെ പരിജ്ഞാനവും നമ്മുടെ ദീനിന് വേണ്ടി, നമ്മുടെ ആരാധനയ്ക്ക് വേണ്ടി, നമ്മുടെ പരലോക മോക്ഷത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തണം എന്ന് തന്നെയാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഇതേ പരിജ്ഞാനവും ബുദ്ധിയും ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ 5 വഖത്ത് നമസ്കാരങ്ങൾ കലണ്ടർ നോക്കി നമസ്കരിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് കലണ്ടറില്ല. റസൂല് പറഞ്ഞത് നിഴൽ അത് കണക്കാക്കിക്കൊണ്ട് നിങ്ങൾ നിസ്കാരത്തിൻ്റെ സമയം ക്ലിപ്തപ്പെടുത്തുകയും എന്നിട്ട് നമസ്കരിക്കുകയും ചെയ്യണമെന്നായിരുന്നു.
അതിൽ നിന്ന് നമുക്ക് അറിവും പരിജ്ഞാനവും ബുദ്ധിയുമൊക്കെ ഉപയോഗിച്ച് ഈ മാറ്റമുണ്ടായി. ഇതേ അറിവും മഅരിഫത്തും അഖ്ലും ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ചന്ദ്രഗ്രഹണം നമസ്കരിക്കുന്നത്, സൂര്യഗ്രഹണം നമസ്കരിക്കുന്നത്. അത് നേരിട്ട് നമ്മൾ നോക്കിക്കൊണ്ടല്ല നമസ്കരിക്കുന്നത്. ഇനി അയ്യാമുൽ ബീദ് സുന്നത്തായ നോമ്പുകൾ നോക്കൂ. ഓരോ അറബി മാസത്തിലെയും 13, 14, 15 ദിവസങ്ങൾ കലണ്ടർ നോക്കിയാണ് വിശ്വാസികൾ നോമ്പനുഷ്ഠിക്കുന്നത്. നമ്മൾ തിങ്കളാഴ്ച നോമ്പും വ്യാഴാഴ്ച നോമ്പും തിങ്കളെന്നാണോ വ്യാഴമെന്നാണോ എന്ന് കലണ്ടർ നോക്കിയാണ് വിശ്വാസികളായ നമ്മളെല്ലാവരും അന്ന് നോമ്പനുഷ്ഠിക്കുന്നത്. ഇനി ഫറലായ നോമ്പ് തന്നെ തുറക്കാനും അടക്കാനും കലണ്ടറിൽ നമ്മൾ നോക്കിക്കൊണ്ട് എപ്പോഴാണ് സുബഹി നമസ്കാരം, ഫജ്ർ നമസ്കാരം, മഗ്രിബ് നമസ്കാരം എന്ന് നോക്കിക്കൊണ്ടാണ് ഇത് അടക്കുന്നതും തുറക്കുന്നതും. പിന്നെ വർഷത്തിൽ ഈ 2 ദിവസത്തിലുള്ള തർക്കേ മനുഷ്യന്മാർക്കുള്ളൂ. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് നിശ്ചയിച്ചിട്ടുള്ള ഫറലായ ഈ റമളാനിലെ നോമ്പ് ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാത്ത നിലപാടാണ് ഈ വിഷയത്തിൽ നമ്മൾ സ്വീകരിക്കേണ്ടത്. ഫറള് നോമ്പ് ഒരിക്കലും നമുക്ക് നഷ്ടപ്പെട്ടു പോയിക്കൂടാ എന്ന കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. നോമ്പിന്റെ കാര്യത്തിൽ ചില സുന്നത്തായ കാര്യങ്ങളൊക്കെ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിശദീകരിച്ച് തന്നിട്ടുണ്ട്. അതൊന്നാമത്തേത് നിയ്യത്താണ്. എല്ലാ അമലുകളും അല്ലാഹ് സ്വീകരിക്കണമെങ്കിൽ നമ്മുടെ ഉദ്ദേശം നിയ്യത്ത് അത് ശുദ്ധമായിരിക്കണമെന്നാണ്. നോമ്പിനെ നമ്മൾ നിയ്യത്ത് വെച്ചുകൊണ്ട് തന്നെ ഫറലായ നോമ്പ് എന്ത് ചെയ്യണം, നോൽക്കേണ്ടതുണ്ട്. അതെപ്പോഴാകണമെന്നാണ്. മല്ലം യുജ്മിഅ സിയാമ ഖബ്ലൽ ഫജ്ർ ഫലാ സിയാമ ലഹു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഫറലായ നോമ്പ് ഒരാള് സുബഹിന്റെ മുമ്പ്, ഫജ്റിന് മുമ്പ് തന്നെ ഞാൻ നോമ്പുകാരനാണ് എന്ന് മനസ്സിൽ ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ അയാൾക്ക് നോമ്പില്ല. നിയ്യത്ത് എന്ന് പറഞ്ഞാൽ ചൊല്ലിപ്പറയേണ്ട ഒരു കാര്യമല്ല. ഇമാം നബവി റഹിമഹുല്ലാഹ് അതിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് അന്നിയ്യത്തു തവജ്ജുഹുൽ ഖൽബ് നഹ്വൽ അമൽ. നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അമലിന് നേരെയുള്ള, കർമ്മത്തിന് നേരെയുള്ള മനസ്സിന്റെ ആഭിമുഖ്യമാകുന്നു നിയ്യത്ത്. അതിങ്ങനെ ചൊല്ലിപ്പറഞ്ഞിട്ട് ഇങ്ങനെ ചെയ്യേണ്ട ഒരു സംഗതിയല്ല. അപ്പൊ നിയ്യത്ത്, ഫർലായ നോമ്പിന്റെ നിയ്യത്ത് ഓരോ ദിവസവും രാത്രി തന്നെ അത് നമുക്കുണ്ടാകണമെന്നാണ്. എന്നാ സുന്നത്ത് നോമ്പിന് അങ്ങനെ വേണ്ട. ഫജ്ർ നിസ്കരിച്ചതിന് ശേഷം സുബഹി നിസ്കരിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ ചെന്ന് ആയിഷ ബീവിയോട് ചോദിക്കുന്നു, ഇവിടെ വല്ല ബ്രേക്ക്ഫാസ്റ്റിനും സാധനം ഉണ്ടോ? ആയിഷ ബീവി പറയുന്നു, ഇവിടെ ബ്രേക്ക്ഫാസ്റ്റിന് പ്രാതൽ കഴിക്കാൻ ഒന്നുമില്ല റസൂലേ. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, എന്നാ ഞാൻ ഇന്ന് നോമ്പുകാരനാണ് എന്ന് പറഞ്ഞാൽ നബി സുബഹിയൊക്കെ നിസ്കരിച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ എന്നാ നോമ്പ് ഓൽക്കാം. സുന്നത്ത് നോമ്പ് അങ്ങനെയും തുടങ്ങാം. ഫർലായ നോമ്പിനാണെങ്കിലോ അത് നേരത്തെ ഫജ്റിന് മുമ്പ് തന്നെ വേണമെന്നാണ് ഈ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ അവർ പഠിപ്പിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ നോമ്പിന്റെ ഒരു സുന്നത്തായ സംഗതിയാണ് അസ്സഹൂർ, അത്താഴം എന്നുള്ളത്. ഇന്നഹാ ബറക്കത്തുൻ അഅതാകുമുല്ലാഹു ഇയ്യാഹാ ഫലാ തദഊഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകിയൊരു ബർക്കത്താണ് അത്താഴം എന്നുള്ളത്. മാത്രമല്ല വേദക്കാരായ ആളുകൾ നോമ്പ് നോൽത്തിരുന്നത് അത്താഴം കഴിക്കാതെയായിരുന്നു. നിങ്ങൾ അത്താഴം കഴിച്ചോളൂ, അതുകൊണ്ട് അത്താഴം സുന്നത്താണ്. ഫഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൽ മുത്തസഹിരീൻ. നോമ്പ് നോൽക്കാൻ വേണ്ടി അത്താഴം കഴിക്കുന്ന ആളുകൾക്ക് അല്ലാഹു അവന്റെ മലക്കുകളും അനുഗ്രഹങ്ങൾ ചൊരിയുകയും മലക്കുകൾ അവർക്ക് വേണ്ടി അനുഗ്രഹത്തിന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അത്താഴം കഴിക്കേണ്ട സമയവും റസൂലുള്ളാഹി വിശദീകരിച്ചു തന്നു. പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്താഴം കഴിച്ചു കഴിഞ്ഞാൽ ഫജ്ർ ബാങ്ക് കൊടുക്കാൻ പിന്നെ 50 ആയത്ത് ഖുർആനിൽ നിന്ന് ഓതുന്ന നേരമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ്. എന്ന് പറഞ്ഞാൽ അതിനിടയിൽ കുറച്ച് സമയം വേണം. ആ സമയത്ത് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിരിക്കാനുള്ള സമയം കൂടിയാണ്. ആ സമയം ഏറ്റവും പ്രധാനപ്പെട്ട സമയം കൂടിയാണ്. അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മത്തി ഫീ ബുകൂരിഹാ. അല്ലാഹുവേ, എൻ്റെ ഉമ്മത്തിന് അവരുടെ നേരത്തെയുള്ള എഴുന്നേൽപ്പിൽ നീ ബർക്കത്ത് ചൊരിയണമേ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ അത്താഴ നേരങ്ങളിലുള്ള പ്രാർത്ഥനയെയും ഇസ്തിഗ്ഫാറിനെയും വിശുദ്ധ ഖുർആൻ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഈ പ്രധാനപ്പെട്ട സമയങ്ങളെ നമ്മൾ പരമാവധി ഉപയോഗപ്പെടുത്തുക. പിന്നീട് അത്താഴത്തിന്റെ കാര്യത്തിലുള്ള ലാളിത്യമാണ്. നബിയുടെ അത്താഴം എന്താണ്? നബിയുടെ അത്താഴത്തിന്റെ ഇനങ്ങളെ, വിഭവങ്ങളെ ഹദീസുകളിൽ അവിടുന്ന് പരിചയപ്പെടുത്തിയിരുന്നുണ്ട്. വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചാലേ നോമ്പ് ശരിയാകുകയുള്ളൂ എന്ന ധാരണ ഒന്നാമതായി നമ്മൾ തിരുത്തണം. റസൂലുള്ളാഹി പറഞ്ഞ എന്തായിരുന്നു? നിഅമ സഹൂറുൽ മുഅ്മിനി അത്തംർ. ഈത്തപ്പഴം. ഒരു വിശ്വാസിയുടെ അത്താഴം എത്ര നല്ല അത്താഴമാണ്.
കാരക്കയും ഈത്തപ്പഴവും എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതുകൊണ്ട് ഈത്തപ്പഴം അതുപോലെയുള്ള ലളിതമായ ഭക്ഷണങ്ങൾ, ഈത്തപ്പഴത്തിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. അത് നമ്മുടെ ശരീരവും നമുക്ക് വേണ്ട പോഷകവും പോഷണവും എനർജിയും ഒക്കെ നൽകുന്ന ഫ്രൂട്ട്സുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായൊരു ഫുഡാണല്ലോ ഈത്തപ്പഴം. അത് കഴിക്കൂ. തസഹറു, റസൂൽ പറയാണ്, വലോ ബിജുർഅത്തി മാഇൻ, ഒന്നും കഴിക്കാതെ നിങ്ങൾ നോമ്പ് നോൽക്കരുത്. ഒരു ഇറക്ക് വെള്ളം തന്നെയെങ്കിലും കുടിച്ചിട്ടായിരിക്കണം നിങ്ങൾ നോമ്പ് നോൽക്കേണ്ടത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇനി നോമ്പ് തുറക്കണ കാര്യത്തിൽ ഒരു സുന്നത്തുണ്ട്. റസൂലുള്ള പറഞ്ഞത്, നേരായാലും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് നോമ്പ് തുറക്കുന്ന കാര്യം നിങ്ങൾ ദീർഘിപ്പിക്കരുത്. ലാ യസാലു നാസു ബിൽ ഖൈർ, ജനങ്ങൾ നന്മയിൽ നിലകൊണ്ടേയിരിക്കും. അജ്ലുൽ ഫിത്ർ, സമയമായാൽ ഉടനെ നോമ്പ് തുറക്കണം. അപ്പോ നോമ്പ് തുറക്കുന്നതിൽ നിങ്ങൾ ധൃതി കാണിക്കണമെന്നാണ് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. നോമ്പ് തുറക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈത്തപ്പഴം തന്നെയായി, റുത്തബ് എന്ന് പറഞ്ഞാൽ നല്ല പഴുത്ത പഴം, പിന്നെ വെള്ളം, ഇതുകൊണ്ടാണ് റസൂലുള്ളാഹി നോമ്പ് തുറന്നത്. കാരണം എന്താ? ഈത്തപ്പഴം വെള്ളം ചെല്ലുമ്പോ സ്വാഭാവികമായും ക്ഷീണിച്ച് അവശമായ നമ്മുടെ ശരീരത്തിന് ഒരു പുത്തൻ ഉണർവും ഉന്മേഷവും എനർജിയൊക്കെ കിട്ടാൻ ഇതിനേക്കാൾ ശ്രേഷ്ഠമായൊരു ഫുഡ് ലോകത്തില്ല. ഈത്തപ്പഴം, അതാ പഴുത്തത്, പിന്നെ വെള്ളം, അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ടാണ് നോമ്പ് തുറന്നിരുന്നത് എന്ന് പറയുന്നു. ആ സന്ദർഭത്തിലുള്ള ഒരു ദുആഉം പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. എന്താണെന്നോ? ദഹബൽ ലമഅ വബ്തല്ലത്തിൽ ഉറൂഖ് വസബതൽ അജ്റു ഇൻഷാ അല്ലാഹ്. എൻ്റെ ദാഹമൊക്കെ തീർന്നു, എൻ്റെ നാഡി നരമ്പുകളൊക്കെ നനവാർന്നതായി. വസബതൽ അജ്റു ഇൻഷാ അല്ലാഹ്, ഞാൻ ഇന്ന് അനുഷ്ഠിച്ച നോമ്പിന്റെ കൂലി എനിക്ക് ഉറപ്പായി എന്നാണ്. നമ്മൾ 30 ദിവസം ഈ തവണ നോമ്പനുഷ്ഠിക്കുന്ന സന്ദർഭത്തിൽ ഇത് പ്രാർത്ഥിച്ചുകൊണ്ട്, ഞാൻ ഇന്ന് നോറ്റ നോമ്പിന്റെ കൂലി എനിക്ക് ഉറപ്പുണ്ട് റബ്ബേ, കിട്ടുമെന്ന് ഉറപ്പുണ്ട്. ഈ ഒരു ആത്മവിശ്വാസത്തോടുകൂടി നമ്മുടെ നോമ്പിനൊരു പരിക്കുമേൽക്കാതെ വിധത്തിൽ അത് അനുഷ്ഠിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. നോമ്പ് തുറക്കുന്ന നേരത്തുള്ള പ്രാർത്ഥന റസൂൽ പഠിപ്പിച്ചു. സലാസത്തുൻ ലാ തുറദ്ദു ദഅവത്തുഹും, 3 വിഭാഗം ആളുകളുടെ പ്രാർത്ഥന പഠിച്ചവൻ തട്ടിക്കളയില്ല എന്നാണ്. ഒന്നാരാ? അൽ-ഇമാമുൽ ആദിൽ, നീതിമാനായ ഭരണാധികാരി. മറ്റേത് ദുആഉൽ മുസാഫിർ, യാത്രക്കാരന്റെ പ്രാർത്ഥന. മറ്റൊന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വേറെ റിവായത്തിൽ പറഞ്ഞിട്ടുള്ളത് ദുആഉൽ വാലിദി ലിവലദിഹി, മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി നടത്തുന്ന പ്രാർത്ഥന എന്നാണ്. മറ്റൊന്ന് ദഅവത്തുസ് സായിം ഹീന യുഫ്തിർ, നോമ്പുകാരൻ നോമ്പ് തുറക്കുന്ന നേരത്തുള്ള പ്രാർത്ഥന. ഈ സമയങ്ങളെല്ലാം ഇൻഷാ അല്ലാഹ് അടുത്ത 30 ദിവസങ്ങളിലും പരിപൂർണമായി ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ നോമ്പിനെയും റമളാനിനെയും ധന്യമാക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും ചെറുതും വലുതുമായി രഹസ്യമായും പരസ്യമായും പറ്റിപ്പോയ ധാരാളം തെറ്റുകൾ വന്നു പോയിട്ടുണ്ട് തമ്പുരാനെ. നിന്റെ മഗ്ഫിറത്ത് കൊണ്ട് മർഹമത്ത് കൊണ്ട് നീ ഞങ്ങൾക്കതെല്ലാം പൊറുത്തു മാപ്പാക്കി തരണമേ. ഞങ്ങൾ ഇന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള വാത്സല്യനിധികളായിരുന്നു ഞങ്ങളുടെ മാതാപിതാക്കൾക്ക്, അടുത്ത ബന്ധുക്കൾക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണമേ. ഞങ്ങൾക്കിടയിൽ ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് അതിരും എതിരുമില്ലാത്ത സമാധാനവും കാരുണ്യവും അവർക്ക് നീ ചൊരിഞ്ഞു കൊടുക്കണമേ. ഞങ്ങളുടെ ഇണകളിലൂടെ മക്കളിലൂടെ ഞങ്ങൾക്ക് നീ കൺകുളിർമ പ്രദാനം ചെയ്യണമേ. ഞങ്ങൾക്കിടയിലെ രോഗികൾക്ക് ശിഫയും ശമനവും സൗഖ്യവും നൽകണമേ. ഞങ്ങളുടെ മക്കളുടെ പഠനവും പരീക്ഷയും നീ എളുപ്പമാക്കി കൊടുക്കണമേ തമ്പുരാനെ. ജീവിതത്തിൽ നല്ല അവസ്ഥ ഞങ്ങളുടെ സന്താനങ്ങൾക്ക് നൽകി നീ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഹയ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാലിയൽ ഹജാത്ത്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ.